നമസ്കാരം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടിക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണ്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങി 10 ദിവസം കഴിയും വരെയെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ഹർജിയിലെ വാദം ഏപ്രിൽ 29 ഇപ്പോൾ മാറ്റി. ഹർജിയിൽ ഇഡിയുടെ മറുപടി ഫയൽ ചെയ്യാൻ ഏപ്രിൽ 27 വരെ കോടതി സമയം നൽകിയിട്ടുമുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ദില്ലി റൌസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ 2 അംഗ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. ഹർജിയിലുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് കോടതി ഇഡിക്ക് നോട്ടീസ് നൽകിയത്. കേജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് ഹാജരായത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ ബാധിക്കുമെന്ന് കേജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി വാദിച്ചെങ്കിലും ഇഡി അതിനെ ശക്തമായിട്ട് എതിർത്തു. ഈ വെള്ളിയാഴ്ച ഹർജിയിൽ വാദം കേൾക്കണമെന്ന് സിംഗ്വി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് നിരസിക്കുകയായിരുന്നു. മാർച്ച് 21 രാത്രി 9 മണിയോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ്. മദ്യനയ കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു ഇഡി സംഘം വാറന്റുമായി കേജ്രിവാളിന്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഏപ്രിൽ 9 ദില്ലി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഹർജിയെന്നും ജാമ്യം അനുവദിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹർജി തള്ളിയത്. തുടർന്ന് ഏപ്രിൽ 10 അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. നിലവിൽ കേജ്രിവാൾ തീഹാർ ജയിലിലാണ്. എന്തായാലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇത് തിരിച്ചടികളുടെ കാലം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നേരിടുന്ന ഈ തിരിച്ചടികൾ തിരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.